നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 180ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു അവോയ്ഡ് റീബർത്ത്. അതായത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ ഇനി ഒരു ജന്മം വേണ്ട, ഇനി പുനർജന്മം വേണ്ട എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം ഹിന്ദു തത്വശാസ്ത്രങ്ങളനുസരിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യമായി ഹിന്ദു തത്വശാസ്ത്രത്തിൽ പറയുന്നത് നമ്മുടെ ആകെയുള്ള ജന്മങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ആത്മാവിന് പരമമായ അറിവും ഭൗതിക ലോകത്തിൽ നിന്നുള്ള മുക്തിയും ഉണ്ടാകുമെന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുനർജന്മം എടുക്കേണ്ട ആവശ്യം വരികയില്ല എന്ന് മാത്രമല്ല, ജീവന് മുക്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ആ ഒരു അവസ്ഥയിൽ ഈ ലോകത്തെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മുക്തി ലഭിച്ച് ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും. നമുക്ക് മോക്ഷം കിട്ടി ഭഗവാന്റെ പാദത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണെന്നാണ് പിന്നെ ഹിന്ദു തത്വശാസ്ത്രത്തിൽ പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, ഈ ലോകത്തെ നൈമിഷിക സുഖങ്ങളിൽ നിന്ന് നീ പിന്തിരിഞ്ഞ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വാർത്ഥ താല്പര്യമില്ലാതെ പ്രവർത്തിച്ചാൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ സ്വാർത്ഥ താല്പര്യമില്ലാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും മോക്ഷം കിട്ടുമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല മാർഗം, ഇതിന് ഒരു മാർഗവും പറയുന്നുണ്ട്. സൽപ്രവർത്തികൾ ചെയ്യണം, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ കഴിയുന്നതിന് രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ ഒരു 10 മിനിറ്റ് നേരം ധ്യാനമായിരിക്കണം. ധ്യാനത്തിൽ 10 മിനിറ്റ് നേരം 10 മിനിറ്റ് മിനിമം വേണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവർക്കും ഭഗവാൻ ഓരോ ജന്മത്തിലും, അതായത് നമ്മൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടെങ്കിലും ആ എല്ലാ ജന്മങ്ങളിലും നമുക്ക് ഒരവസരം ദൈവം തരും. ഈ പുനർജന്മം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്താൽ, അതുപോലെ 10 മിനിറ്റ് ധ്യാനത്തിലിരിക്കുകയും ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് എല്ലാ ജന്മങ്ങളിലും ഭഗവാൻ നമുക്ക് ഒരവസരം തരും, എല്ലാവർക്കും. അത് നമ്മൾ ഉപയോഗിക്കാതെ പോയാൽ പിന്നെ അടുത്ത ജന്മം വീണ്ടും എടുക്കേണ്ടി വരുമെന്നാണ് ഹിന്ദു തത്വശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ നേടുകയും കർമ്മങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സമയത്ത് ധ്യാനധീനനായി ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പം വയസ്സായി ഇരിക്കുന്ന ഒരാൾ പിന്നെ അവരുടെ കർമ്മങ്ങളൊക്കെ, അതായത് അവരുടെ ധർമ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മക്കളെയൊക്കെ ഒരു നിലയിലെത്തിച്ച് ഭാര്യയും ഒക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയുന്ന ഒരാൾ, ഭാര്യയ്ക്കും ഭർത്താവിനും 2 പേർക്കും ധ്യാനനിരതരായിട്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ എണീറ്റ് 10 മിനിറ്റ് വരെ ഇരുന്നാൽ മതിയല്ലോ. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് അത്രയും പ്രായമൊക്കെ ഉള്ള ആളുകൾ മിക്കവാറും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമുണ്ടല്ലോ അവർക്ക്. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള സൽക്കർമ്മം എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കുക, നമ്മുടെ പ്രവൃത്തി ആർക്കും ഒരു വേദന ഉണ്ടാക്കുന്നതായിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം മറ്റുള്ളവരെ. അവർക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മാവിന് ഉറപ്പായിട്ട് മോക്ഷം കിട്ടും. അതായത് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും, അതായത് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയെന്ന്. അതും ഒരു വലിയ ഒരു സന്ദേശമാണ്. എന്നാൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒന്നും പിന്നെ ഈ പുനർജന്മത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പുനർജന്മത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു തത്വശാസ്ത്രങ്ങളും ബുദ്ധ മതങ്ങളും ജൈന തത്വശാസ്ത്രവും മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനി ബുദ്ധമതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബുദ്ധമതത്തിൽ 4 സത്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ദുഃഖത്തിൻ്റെ കാര്യമാണ്. ആദ്യം പ്രായാധിക്യം മൂലമുള്ളവ, അസുഖം മൂലമുള്ളവ, മരണം മൂലമുള്ളവ, ഇതാണ് ആദ്യത്തെ ദുഃഖത്തിൻ്റെ ഒരു കാരണം പറയുന്നത്. രണ്ടാമതായിട്ട് ദൈനംദിന ജീവിതത്തിലെ വിശപ്പ്, ദാഹം, മുറിവുകളിൽ നിന്നുള്ള വേദന, അതൊക്കെയാണ് രണ്ടാമത്തെ ദുഃഖം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ട് അടുപ്പം അല്ലെങ്കിൽ സ്നേഹമുള്ളവരുടെ ആവശ്യമുള്ള വേദനകൾ, ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള വിഷമങ്ങൾ, ഇതൊക്കെയാണ് പിന്നെ ബുദ്ധമതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ദുഃഖങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനിയുണ്ട് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആധ്യാത്മികമായ പരമാനന്ദം കിട്ടുന്ന അവസ്ഥ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാനാവസ്ഥ, നിർവ്വാണാവസ്ഥ എന്നാണ് പറയുന്നത്. അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പുനർജന്മം ഉണ്ടാകത്തില്ല എന്നാണ് ബുദ്ധമതത്തിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് വേറെ ഒരു 8 തരം രീതികളും പറഞ്ഞിട്ടുണ്ട് ബുദ്ധമതത്തിൽ. ഒന്നാമത് സ്വയം മനസ്സിലാക്കുക ബുദ്ധൻ്റെ തത്വങ്ങൾ. പിന്നെ ശരിയായ സമീപനം സ്വീകരിക്കുക, ഏതിനോടും സത്യസന്ധമായി സംസാരിക്കുക,
അത് മൂന്നാമത്തെ കാര്യം. ശരിയായ പ്രവൃത്തികൾ ചെയ്യുക, അത് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് അഹിംസയും ലഹരി വസ്തുക്കൾ വിറ്റഴിക്കാതിരിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ലഹരി വസ്തുക്കൾ കൊടുക്കുകയും ചെയ്ത് അവരവർ ഉപയോഗിക്കുകയും ചെയ്തത്. പിന്നെ ആറാമത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പിന്നെ ശരീരത്തെ എപ്പോഴും കർമ്മനിരതരാക്കിയിരിക്കണം. എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കണം ശരീരം. അതായത് നമ്മൾ കിടപ്പ് രോഗിയായിട്ടോ അങ്ങനെയൊന്നും മനസ്സിന് എപ്പോഴും നല്ല ഊർജ്ജം കൊടുത്ത് നമ്മൾ എപ്പോഴും പ്രസന്നവദനും എല്ലാ കാര്യങ്ങളും പിന്നെ ശരീരം കർമ്മനിരതമാക്കി വയ്ക്കണം. പിന്നെ ശരീരത്തെ അതുപോലെ ധ്യാനത്തിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എട്ടാമതായിട്ട് പറയുന്നത് ശരീരത്തിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞതിലോട്ട് മോക്ഷം, അതായത് ഈ ജന്മത്തിൽ നിന്ന് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ ധ്യാനത്തിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതാണ് എട്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 8 കാര്യങ്ങളും ബുദ്ധമതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും എല്ലാ മതങ്ങളും പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ പ്രധാനമായിട്ട് ഹിന്ദുമതവും ബുദ്ധമതവും പറയുന്നുണ്ട്. പിന്നെ ജൈനമതവും പിന്നെ അത് കഴിഞ്ഞിട്ട് സിഖ് മതമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല. കാരണം നമുക്കിവിടെ ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും നോക്കിയാൽ മതിയല്ലോ. കൂടുതൽ ആളുകൾ അത് രണ്ടിലും ആണല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ എല്ലാ മതങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. നമ്മൾ നല്ല സൽപ്രവൃത്തികൾ ചെയ്യുകയും വേണമെന്ന്. അങ്ങനെ നമ്മൾ ചെയ്യാൻ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഈ ധ്യാനം കൂടെ പരിശീലിക്കണം. ധ്യാനം കൂടെ പരിശീലിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ലോകത്തുള്ള കഷ്ടപ്പാടുകളൊക്കെ എന്നേക്കുമായിട്ട് പോകും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ ലോകത്തോട്ട് തിരിച്ചു വരേണ്ടി വരത്തില്ലെന്നാണ് ഹിന്ദുമതവും ബുദ്ധമതവും പിന്നെ സിഖ് മതവും പിന്നെ ഇത് പറഞ്ഞിട്ട് ജൈനമതവും എല്ലാം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഇന്ന് പിന്നെ മറ്റ് പ്രധാനപ്പെട്ട മതങ്ങളായ ക്രിസ്തു മതവും പിന്നെ ഇസ്ലാം മതവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനെപ്പറ്റിയൊന്നും അവർ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവർ എല്ലാത്തിലും പറയുന്നുണ്ട് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന്. ഹിന്ദു മതത്തിൽ പിന്നെ ക്രിസ്തു മതത്തിലും പറയുന്നുണ്ട്, ഇസ്ലാം മതത്തിലും പറയുന്നുണ്ട് സൽപ്രവൃത്തികൾ ചെയ്യണം എന്ന് എല്ലാത്തിലും പറയുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.